ദില്ലിലേക്ക് സ്വാഗതം. ഒരു നല്ല ബന്ധം തെറ്റായ രീതിയിലേക്ക് മാറുന്നു. ഈ തെറ്റായ രീതിയിലുള്ള ബന്ധം എന്താണ്? അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം. നമ്മുടെ പക്കലേക്ക് വന്നിരിക്കുന്ന അജന്ത ഡേയോട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ വളരെ വിഷമകരമായ കാര്യമാണ്. ഇത് മനുഷ്യ മനസ്സിനെ തളർത്തിക്കളയും. മനസ്സളവിൽ സെക്സിന് ഇങ്ങനെ വളരെ ഭേദങ്ങളുണ്ട്. അതായത് ഒരു രീതിയിൽ നാണക്കേടാണിത്. ഇത് ബാധിതരായവർക്ക് വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ അപമാനിതനാകുന്നതും തരം താഴ്ന്ന രീതിയിൽ പെരുമാറുന്നതും അത് മറ്റുള്ളവർ കണ്ട് കളിയാക്കുന്നതും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് മറ്റുള്ളവരുമായി ഇഴുകിച്ചേരാതെ ഒതുങ്ങി തനിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. ആരും ചോദ്യം ചെയ്യുന്നത് ആഗ്രഹിക്കാറില്ല. തെറ്റായ ഒരു ബന്ധത്തിൽ ബാധിതനായി എന്നത് മനുഷ്യരുടെ അടുത്ത് നിന്നും സമൂഹത്തിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും മാറിയിരിക്കുവാൻ നിർബന്ധിക്കുന്നു. നമ്മുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരറിയുന്നത് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തോ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റാരുടെയെങ്കിലും അടുത്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിധം മാറി മറ്റൊരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത്തരം ആൾക്കാരെ നിങ്ങൾക്ക് പ്രത്യേകം എടുത്തു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്വഭാവമാറ്റം വെച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതോട് നിങ്ങൾ ആ പാർട്ട്ണറോട് നേരിട്ട് സംസാരിക്കാം. അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കാരണം വളരെ ലോങ് ടൈം റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് അതിൽ നിന്നും പുറത്തു വരുവാനും സാധിക്കില്ല. അത് വളരെ വിഷമകരമാണ്. ഇതിനെപ്പറ്റി പാർട്ട്ണറോട് സംസാരിക്കുകയാണെങ്കിൽ അവരത് തെറ്റിദ്ധരിക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. കാരണം നമ്മുടെ ബന്ധങ്ങളെല്ലാം പരസ്പരം ബന്ധിതമായതാണ്. അതിൽ നിന്നും പുറത്തു വരിക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ മാതാപിതാക്കളുടെ അടുത്തോ സഹോദരന്മാരുടെ അടുത്തോ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. കാരണം ബന്ധങ്ങൾ വളരെ സെൻസിറ്റീവായ ഒന്നാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എത്തരം ഉത്തരമാണ് കിട്ടുക എന്നത് അറിയില്ല. ഒരാളുടെ ഫീലിംഗ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ അവരുടെ പ്രശ്നം എന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെ, അതാണ് ശരി. ഇത് സ്വയം മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരോടും സംസാരിക്കുവാൻ സാധിക്കുന്നതേയല്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് ഉറപ്പിക്കണം. ഇത്തരം സാഹചര്യത്തിൽ മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായം തേടാവുന്നതാണ്. അവർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇതിൽ നിന്നും പുറത്തു വരുവാൻ സഹായിക്കുകയും ചെയ്യും. ഇത് ബാധിതരായവർക്ക് സപ്പോർട്ടും ഹെൽത്തിയുമായ ഒരു കാര്യമാണ്. ഓക്കെ, ദില്ലിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി.